ഇതുപോലെയുള്ള വാർത്തകൾ നമ്മൾ ദിവസേന കേൾക്കുന്ന ഒന്നാണ്. അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഒരു കള്ളനെ കുറിച്ച്, അതെ, ഒരു തേങ്ങാക്കള്ളനെ കുറിച്ച്. നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ മനുഷ്യരിലും മാത്രമല്ല കേട്ടോ തേങ്ങാക്കള്ളന്മാരുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് ഞണ്ടുവർഗത്തിൽപ്പെട്ട ഒരു ഭീമൻ ഞണ്ടിനെ കുറിച്ചാണ്. മനുഷ്യരെക്കാളും നന്നായി അവന് തേങ്ങ കക്കാൻ അറിയാം. ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ടാവാം എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നിയത്. അപ്പോൾ പിന്നെ അത് നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവയെ പൊതുവായി കോക്കനട്ട് ക്രാബ്സ് എന്ന് തന്നെയാണ് പറയാറുള്ളത്. ഇതുപോലെ കള്ളത്തരം കയ്യിലുള്ളതുകൊണ്ടാവാം ഇതിനെ റോബർ ക്രാബ്സ് എന്നും പറയാറുണ്ട്. ഈ ആകർഷകമായ ജീവികൾ ലോകത്തിലെ ഏറ്റവും വലിയ കര ആർത്രോപോഡുകളാണ്. ഇവ ഇന്ത്യൻ പസഫിക് സമുദ്രങ്ങളിൽ ഉഷ്ണമേഖലാ ദ്വീപുകളിൽ വസിക്കുന്നു. തീരത്തിനോടടുത്തുള്ള വനപ്രദേശങ്ങളിൽ താമസിക്കാൻ അവർ ഏറെ ഇഷ്ടപ്പെടുന്നു. അവിടെ അവർക്ക് ധാരാളം ഭക്ഷണവും പാർപ്പിടവും ലഭിക്കുന്നു. ഞണ്ടുകൾ, ലോബ്സ്റ്ററുകൾ, ചെമ്മീൻ എന്നിവയും ഉൾപ്പെടുന്ന ഡെക്കാപോഡ് കുടുംബത്തിൽപ്പെടുന്ന ക്രസ്റ്റേഷ്യനുകളാണ് തെങ്ങ് ഞണ്ടുകൾ അഥവാ കോക്കനട്ട് ക്രാബ്സ്. അവയ്ക്ക് ഏകദേശം 3 അടി വരെ നീളവും 26 പൗണ്ട് ഭാരവും വരെ വളരാൻ സാധിക്കും. അവരുടെ ശരീരം ഒരു കട്ടിയുള്ള ഷെൽ കൊണ്ട് മൂടിയിരിക്കുന്നു. അവർക്ക് 8 കാലുകളും 2 ശക്തമായ നഖങ്ങളുമുണ്ട്. തെങ്ങ് ഞണ്ടുകൾ സർവ്വഭുക്കാണ്, അതായത് സസ്യങ്ങളെയും മൃഗങ്ങളെയും ഒരുപോലെ ഭക്ഷിക്കുന്നു. അവരുടെ ഭക്ഷണത്തിൽ പഴങ്ങൾ, പരിപ്പ്, വിത്തുകൾ, എലി, പല്ലി തുടങ്ങിയ ചെറിയ മൃഗങ്ങൾ വരെ ഉൾപ്പെടുന്നു. തെങ്ങിൽ കയറി തേങ്ങ പറിച്ചു കഴിക്കാനും അവരേറെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെയാണ് അവർക്ക് ഈ പേര് ലഭിച്ചത്. തെങ്ങ് ഞണ്ടുകൾ ജലത്തിൽ ഇണചേരുന്നതിലൂടെ പ്രത്യുൽപാദനം നടത്തുന്നു. ഇണചേരലിനു ശേഷം പെൺഞണ്ടുകൾ മണലിൽ മുട്ടയിടുന്നു. മുട്ടകൾ വിരിഞ്ഞ് ലാർവകളായി മാറുന്നു. ഇത് ആഴ്ചകളോളം കടലിൽ പൊങ്ങിക്കിടക്കും. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ലാർവകളിൽ പലതവണ മോൾട്ടിംഗ് സംഭവിക്കുന്നു. അതായത് ലാർവകൾ വളരുന്നതിനനുസരിച്ച് മോൾട്ടിംഗ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രക്രിയ അവരുടെ പുറം ഷെല്ലുകളിൽ സംഭവിക്കുന്നു. അങ്ങനെ ഓരോ തവണ അവയുടെ ഷെല്ലുകൾ പൊളിച്ച് പുറത്തു വരുമ്പോൾ അവയ്ക്ക് കൂടുതൽ വലുപ്പം വെക്കാനും കൂടുതൽ വികസിതവുമാക്കാൻ സാധിക്കുന്നു. ഇങ്ങനെ നിരവധി മോൾട്ടുകൾക്ക് ശേഷം ലാർവകൾ പ്രായപൂർത്തിയാവുകയും മുതിർന്ന ഞണ്ടുകളായി മാറുകയും ചെയ്യുന്നു. തെങ്ങ് ഞണ്ടുകൾ അവയുടെ ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഭൂമിയിലെ ഏറ്റവും വലിയ ലാൻഡ് ഇൻവെർട്ടിബ്രേറ്റ്സ് എന്ന നിലയിൽ പരിസ്ഥിതിയുടെ വിവിധ വശങ്ങളെ സ്വാധീനിക്കുന്ന ഫുഡ് ചെയിനിൽ അവ സവിശേഷമായ സ്ഥാനം വഹിക്കുന്നുണ്ട്. വീണ് കിടക്കുന്ന തെങ്ങുകളുടെ ഉൾഭാഗം കഴിക്കാൻ അവർ ഏറെ ഇഷ്ടപ്പെടുന്നു. ഇതിനായിട്ട് അവരുടെ ശക്തമായ നഖങ്ങൾ അവർ ഉപയോഗിക്കുന്നു. തേങ്ങ കഴിക്കുന്നതിലൂടെ അവർ അശ്രദ്ധമായ വിത്ത് വിതരണക്കാരായി പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തെങ്ങിന്റെയും മറ്റ് സസ്യങ്ങളുടെയും പുനരുജ്ജീവനത്തെ സഹായിക്കുന്നു. ഈ ഞണ്ടുകളുടെ കുഴിയെടുക്കൽ പ്രവർത്തനങ്ങൾ മണ്ണിനെ വായുസഞ്ചാരമുള്ളതാക്കുകയും ചെടികളുടെ വളർച്ചയെ സുഗമമാക്കുകയും ചെയ്യുന്നു. ദ്രവിച്ച പഴങ്ങൾ, ഇലകൾ, മൃഗങ്ങളുടെ ശവങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വിവിധ ജൈവ വസ്തുക്കൾ കഴിച്ചുകൊണ്ട് തെങ്ങ് ഞണ്ടുകൾ പോഷക സൈക്കിളിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഈ പ്രക്രിയ ജൈവവസ്തുക്കളെ തകർക്കുകയും പോഷകങ്ങൾ മണ്ണിലേക്ക് തിരികെ വിടുകയും ചെയ്യുന്നു. ഇത് സസ്യങ്ങൾക്ക് വളരെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. തോട്ടിപ്പണിക്കാർ എന്ന നിലയിൽ ആവാസ വ്യവസ്ഥയിൽ നിന്ന് ചത്ത മൃഗങ്ങളെ നീക്കം ചെയ്യുന്നതിൽ തെങ്ങ് ഞണ്ടുകൾ സംഭാവന ചെയ്യുന്നു. ഇത് രോഗങ്ങൾ പടരുന്നത് തടയാനും പരിസരത്തിന്റെ മൊത്തത്തിലുള്ള ശുചിത്വം നിലനിർത്താനും സഹായിക്കുന്നു. തെങ്ങ് ഞണ്ടുകൾ അവയുടെ ആവാസ വ്യവസ്ഥയിലെ വേട്ടക്കാരാണ്. അതായത് അവ ഭക്ഷ്യശൃംഖലയുടെ മുകൾ ഭാഗം കൈവശപ്പെടുത്തുകയും പ്രാണികൾ, ക്രസ്റ്റേഷ്യൻ, ചെറിയ വെർട്ടിബ്രേറ്റ്സ് എന്നിവ ഉൾപ്പെടെ വിവിധ ചെറിയ മൃഗങ്ങളെ വേട്ടയാടുകയും ചെയ്യുന്നു. ആവാസ വ്യവസ്ഥയിൽ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് ഇവയുടെ സാന്നിധ്യം ഈ ഇരകളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. തെങ്ങ് ഞണ്ടുകൾ ഉയർന്ന ജനിതക വൈവിധ്യം പ്രകടിപ്പിക്കുന്നു. ഇത് അവയുടെ ജനസംഖ്യയുടെ പ്രതിരോധ ശേഷിക്ക് അത്യന്താപേക്ഷിതമാണ്. ഈ ജനിതക വൈവിധ്യം മാറിക്കൊണ്ടിരിക്കുന്ന പാരിസ്ഥിതിക സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ അവരെ അനുവദിക്കുകയും അവയുടെ ജീവിവർഗങ്ങളുടെ തുടർച്ച ഉറപ്പാക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ തെങ്ങ് ഞണ്ടുകൾ അവയുടെ ആവാസ വ്യവസ്ഥയുടെ അവിഭാജ്യ ഘടകമാണ്. വിത്ത് വ്യാപനം, പോഷക സൈക്ലിംഗ്, ശവം നീക്കം ചെയ്യൽ, ഇരപിടിയൻ, ഇരയുടെ ചലനാത്മകത, ജനിതക വൈവിധ്യം എന്നിവയിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നു. മൊത്തത്തിലുള്ള ആരോഗ്യം നിലനിർത്തുന്നതിലും അവയുടെ സാന്നിധ്യം അത്യാവശ്യമാണ്.
ആവാസ വ്യവസ്ഥയുടെ നഷ്ടം, വേട്ടയാടൽ, മലിനീകരണം എന്നിവയാൽ തെങ്ങുഞണ്ടുകൾ ഭീഷണിയിലാണ്. വികസനത്തിനായി കാടുകൾ വെട്ടിത്തെളിച്ചതോടെ തെങ്ങുഞണ്ടുകൾക്ക് വാസസ്ഥലം നഷ്ടപ്പെടുന്നതിനാൽ ആവാസ വ്യവസ്ഥയുടെ നഷ്ടമാണ് ഏറ്റവും വലിയ ഭീഷണി. തെങ്ങുഞണ്ടുകളെ വേട്ടയാടി പിടിച്ച് ഭക്ഷിക്കുന്നത് മറ്റൊരു കാരണമാണ്. അവ ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ ഒരു സ്വാദിഷ്ടമായ ഭക്ഷണമായി കണക്കാക്കപ്പെടുന്നു. എണ്ണച്ചോർച്ച പോലുള്ള മലിനീകരണവും തെങ്ങുഞണ്ടുകളെ ദോഷകരമായി ബാധിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു അത്ഭുത ജീവിയുടെ വംശനാശത്തിന് നമ്മളും കാരണക്കാരാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വിഷമം തോന്നുന്നു. ആവാസ വ്യവസ്ഥയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന അത്ഭുതകരമായ ജീവികളാണ് തെങ്ങുഞണ്ടുകൾ. അവരെ സംരക്ഷിക്കാൻ നമ്മളാൽ കഴിയുന്നതെല്ലാം ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ പുതിയ അറിവുകളുമായിട്ട് കാണാം. ഇറ്റ്സ് മീഡിയ സൈനിങ് ഓഫ്.